കേരളത്തിൽ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒന്നാം പേരുകാരനാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള വി.എസ്. അച്യുതാനന്ദൻ. 2025 ജൂലൈ മാസം 21 തീയതിയായിരുന്നു വി.എസ്. അച്യുതാനന്ദൻ തന്റെ 101 വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞത്. വി.എസിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാന ലാപ്പിൽ പാർട്ടിക്കുള്ളിലെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രു പിണറായി വിജയൻ എന്ന നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള വ്യക്തിയാണ്. പിണറായി വിജയനും വി.എസ്. അച്യുതാനന്ദനും തമ്മിൽ പലപ്പോഴും പാർട്ടിക്കുള്ളിലും പാർട്ടിക്ക് പുറത്തും നേർക്കുനേർ വാഗ്വാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനാരോഗ്യകരമായിട്ടുള്ള വിമർശനങ്ങൾ ഇരുഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പരസ്പരം ചെളിവാരി എറിഞ്ഞതിനെ ചൊല്ലി, പാർട്ടിയുടെ അച്ചടക്കം ലംഘിച്ചതിനെ ചൊല്ലി ഇരുവർക്കുമെതിരെ പാർട്ടി അച്ചടക്ക നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ എന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ശൈലി ധാർഷ്ട്യം നിറഞ്ഞ ശൈലിയാണ്. ഏറ്റവും ക്രിയാത്മകവും ആരോഗ്യകരവുമായിട്ടുള്ള വിമർശനങ്ങളെ പോലും പിണറായി വിജയന് പലപ്പോഴും ഉൾക്കൊള്ളുവാൻ സാധിക്കാറില്ല. പലപ്പോഴും വളരെ ബാലിശമായിട്ടുള്ള കാര്യങ്ങളുടെ പേരിൽ പൊതുവേദിയിലടക്കം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സഹജീവികളെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്യുന്ന പിണറായി ശൈലി തന്നെ പാർട്ടിയുടെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് വഴിവെച്ചു എന്ന് വിശ്വസിക്കുന്ന നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കേരളത്തിൽ തന്നെ ഉണ്ട് താനും. എന്നിരുന്നാൽ പോലും തന്റെ ശൈലി തിരുത്തുവാൻ പിണറായി വിജയൻ തയ്യാറല്ല. മരണത്തിന് ശേഷവും ഒരു വ്യക്തിയോട് പിണറായി വിജയൻ പകവെച്ചു പുലർത്തുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ തെളിവുകളാണ് ഇപ്പോൾ കേരളത്തിൽ ചർച്ചയാകുന്ന ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പ് വിഷയം വ്യക്തമാക്കുന്നത്. എന്താണ് ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പ് വിഷയം? അതെങ്ങനെയാണ് പിണറായി വിജയന് വി.എസിനോടുള്ള പകയുടെ ഒരു ഉത്തമ ഉദാഹരണമായി മാറുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകർക്കായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ കേരള സ്പീക്സിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾക്കുള്ള പിന്തുണ ഇനിയും തുടരണമെന്ന് കൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഇനി വിഷയത്തിലേക്ക് വരാം. വി.എസ്. അച്യുതാനന്ദന്റെ 1ാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സ്മരണിക അടങ്ങിയ ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പ് പുറത്തിറങ്ങേണ്ടിയിരുന്നത് ജൂലൈ മാസം 19 തീയതി ഞായറാഴ്ചയായിരുന്നു. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ വാരാന്ത്യ പതിപ്പ് പുറത്തിറക്കുവാൻ സാധിക്കില്ല എന്ന വിശദീകരണത്തോടുകൂടി സൺഡേ സപ്ലിമെന്റ് ദേശാഭിമാനി പുറത്തിറക്കാതിരിക്കുകയും പിന്നീട് ചില തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് അതേ സൺഡേ സപ്ലിമെന്റ് ദേശാഭിമാനി 2026 ജൂലൈ മാസം 20 തീയതി തിങ്കളാഴ്ച പുറത്തിറക്കുകയും ചെയ്തു. ഞായറാഴ്ച തന്നെ സൺഡേ സപ്ലിമെന്റിന്റെ അച്ചടി പൂർത്തിയായിരുന്നതാണ്. അതിനുണ്ടായിരുന്ന ഒരു ലേഖനവും അതിന്റെ തലക്കെട്ടും പിണറായി വിജയനെ പ്രകോപിപ്പിച്ചതുകൊണ്ടാണ് ആ ലേഖനം ഒഴിവാക്കിക്കൊണ്ട് വീണ്ടും അച്ചടി നടത്തി സൺഡേ സപ്ലിമെന്റ് മൺഡേ സപ്ലിമെന്റായി പുറത്തിറക്കേണ്ട ഗതികേട് ദേശാഭിമാനിക്ക് സമ്മാനിച്ചത്. എന്തായിരുന്നു ഈ സൺഡേ സപ്ലിമെന്റിലെ പ്രധാന ഉള്ളടക്കം എന്ന് ചോദിച്ചാൽ അത് വി.എസ്. അച്യുതാനന്ദനെ കുറിച്ചുള്ള ഒരു സ്മരണിക ലേഖനമായിരുന്നു. വി.എസ്. അച്യുതാനന്ദൻ എന്ന നേതാവിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു അനുസ്മരണക്കുറിപ്പ് പങ്കുവച്ചത്. ഈ അനുസ്മരണക്കുറിപ്പിന്റെ തലക്കെട്ട് എന്ന് പറയുന്നത് കടലിരമ്പം പോലെ വി.എസ്. എന്നതായിരുന്നു. കടലിരമ്പം പോലെ എന്ന പദം ഉപയോഗിച്ച് വി.എസും പിണറായി വിജയനും പരസ്പരം പല ഘട്ടത്തിലും വലിയ പരിഹാസ ശരങ്ങൾ എഴുതുവിട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു തലക്കെട്ട് തന്നെ പിണറായി വിജയനെ പ്രകോപിപ്പിച്ചു എന്നത് വസ്തുതയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആ ഒരു ദേശാഭിമാനിയുടെ വാരാന്ത്യ പതിപ്പ് പിൻവലിക്കുവാൻ പിണറായി വിജയൻ നിർബന്ധ ബുദ്ധി കാണിച്ചതിന് പിന്നിൽ മറ്റൊരു കാരണമാണുള്ളത്. ആ വാരാന്ത്യ പതിപ്പിന്റെ 4 പേജുള്ള വാരാന്ത്യ പതിപ്പിന്റെ അവസാന പേജിലുണ്ടായിരുന്ന ഒരു ലേഖനത്തിന്റെ തലക്കെട്ടാണ് പിണറായി വിജയനെ ഏറ്റവും അധികം പ്രകോപിതനാക്കിയത്. ആ ലേഖനത്തിന്റെ തലക്കെട്ട് കള്ളൻ വിജയൻ എന്നുള്ളതായിരുന്നു. തന്നെ അപമാനിക്കുന്ന, തന്നെ അവഹേളിക്കുന്ന, തന്നെ കള്ളനായി ചിത്രീകരിക്കുന്ന ഒരു തലക്കെട്ടായിട്ടാണ് പിണറായി വിജയൻ ഇതിനെ നോക്കിക്കണ്ടതെന്ന് വേണം ദേശാഭിമാനി ഈ വാരാന്ത്യ പതിപ്പ് പിൻവലിച്ചതിൽ നിന്ന് സാമാന്യ ബോധമുള്ള ജനങ്ങൾ മനസ്സിലാക്കുവാൻ. ഏതെങ്കിലും ഒരു വ്യക്തിയെ, ഉന്നത രാഷ്ട്രീയ നേതാവിനെ രാഷ്ട്രീയ എതിരാളികൾ കള്ളൻ എന്ന് വിശേഷിപ്പിച്ചാൽ അയാൾ പ്രകോപിതനാകുന്നത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ താനുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത, പൂർണ്ണമായും മറ്റൊരു വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു ലേഖനത്തിന് അയാളുടെ പേരായിട്ടുള്ള കള്ളൻ വിജയൻ എന്ന അയാളുടെ വിളിപ്പേര് തലക്കെട്ടായി നൽകുന്നതിനെ പിണറായി വിജയൻ ഭയക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കുവാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. ഒരുപക്ഷെ താനൊരു കള്ളനാണെന്ന് വിജയൻ എന്ന പിണറായി വിജയന് ബോധ്യമുള്ളത് കൊണ്ടാവണം കള്ളൻ എന്ന തലക്കെട്ട് എവിടെയെങ്കിലും കണ്ടാൽ അദ്ദേഹത്തിന് ഹാലിളകുന്നത്. ഇനി എന്തുകൊണ്ടാണ് ദേശാഭിമാനിയുടെ സ്വന്തം ലേഖകൻ എഴുതിയ ലേഖനത്തിന് കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് വന്നത് എന്നതുകൂടി നാം പരിശോധിക്കേണ്ടതുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു നാടക പ്രവർത്തകനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലേഖനമായിരുന്നു. ആ നാടക പ്രവർത്തകൻ നാട്ടിൽ അറിയപ്പെടുന്നത് തന്നെ കള്ളൻ വിജയൻ എന്ന പേരിലാണ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അയാളുടെ വിളിപ്പേര്, അയാളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് കള്ളൻ വിജയൻ എന്ന പേര് തന്നെയാണ്. ഇത്തരത്തിൽ താൻ കള്ളൻ വിജയൻ എന്ന പേരിൽ വിശേഷിപ്പിക്കപ്പെടണം എന്ന നിർബന്ധ ബുദ്ധിയും ഈ വ്യക്തി പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു.
തന്നെക്കുറിച്ച് ലേഖനം എഴുതുവാനെത്തിയ ദേശാഭിമാനി പ്രവർത്തകരോടും തന്നെക്കുറിച്ച് തന്റെ പേര് പരാമർശിക്കുന്ന ഇടങ്ങളിൽ കള്ളൻ വിജയൻ എന്ന് തന്നെ ചേർക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയും നിബന്ധന വെക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ നാടക പ്രവർത്തകനെ കുറിച്ചുള്ള കൗതുകമായിട്ടുള്ള അയാളുടെ പേരിനെ കുറിച്ചുള്ള അയാളുടെ കലാരംഗത്തിലുള്ള സംഭാവനകളെ കുറിച്ചുള്ള ലേഖനത്തിന് കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് ഈ ലേഖകൻ നൽകിയത്. എന്നാൽ കള്ളൻ വിജയൻ എന്ന ഈ തലക്കെട്ട് പിണറായി വിജയനെ വളരെയധികം പ്രകോപിപ്പിച്ചു. പിണറായിയുടെ ക്ഷിപ്രകോപം ഭയന്നുകൊണ്ട് തന്നെയാണ് ദേശാഭിമാനി ദിനപത്രം ലക്ഷക്കണക്കിന് രൂപ നഷ്ടം വരുത്തി വെച്ചുകൊണ്ട് ഈ വാരാന്ത്യ പതിപ്പ് പിൻവലിച്ചതിന് ശേഷം ഈ ലേഖനം ഒഴിവാക്കിക്കൊണ്ട് പുതിയ വാരാന്ത്യ പതിപ്പ് പുറത്തിറക്കിയത്. എന്നിരുന്നാലും ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. പിണറായി വിജയന്റെ മനസ്സിന്റെ സങ്കുചിതാവസ്ഥ തന്നെയാണ് VS അച്യുതാനന്ദന്റെ സ്മരണകളുമായി പുറത്തിറക്കേണ്ട വാരാന്ത്യ പതിപ്പ് പിൻവലിപ്പിച്ച് പിറ്റേ ദിവസം തനിക്ക് അരോചകമായിട്ടുള്ള തലക്കെട്ട് ഒഴിവാക്കിക്കൊണ്ട് പ്രസിദ്ധീകരിക്കുവാൻ അദ്ദേഹം നിർബന്ധ ബുദ്ധി പുലർത്തിയതിന് പിന്നിലെ കാരണം എന്നുള്ളതാണ്. ഒരുപക്ഷെ താനൊരു കള്ളനാണ് എന്ന തോന്നൽ പിണറായിക്കുള്ളത് കൊണ്ട് തന്നെയാവാം ഇത്തരത്തിലൊരു നിർബന്ധ ബുദ്ധി അദ്ദേഹം വെച്ചു പുലർത്തുന്നത്. ഇനി പിണറായി വിജയൻ ഒരു കള്ളനാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ അതിനാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അത്തരത്തിൽ ജനങ്ങൾ വിശ്വസിക്കുവാൻ ഇടയാക്കുന്ന നിരവധി സാഹചര്യങ്ങൾ ഇന്ന് നമുക്ക് മുമ്പിൽ നിലനിൽക്കുന്നുമുണ്ട് താനും. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് വിവാദ കരിമണൽ കമ്പനിയായിട്ടുള്ള CMRL നിന്ന് അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള വാത്സല്യഭാജനമായിട്ടുള്ള വീണ വിജയൻ 2.78 കോടി രൂപ മാസപ്പടി ഇനത്തിൽ കള്ളപ്പണമായി കൈക്കൂലിയായി കൈപ്പറ്റി എന്ന കേസ് അവരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുകയാണ്. ഈ കേസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി പിണറായിയുടെ തിരുവനന്തപുരത്തെ വസതിയിൽ റെയ്ഡിനെത്തി മടങ്ങിയ എൻഫോഴ്സ്മെന്റ് അധികൃതരെയും അവർ സഞ്ചരിച്ച വാഹനങ്ങളെയും CPMന്റെ ഗുണ്ടകൾ ആക്രമിക്കുകയും എൻഫോഴ്സ്മെന്റ് അധികൃതർ സഞ്ചരിച്ച വാഹനങ്ങൾ പരിപൂർണമായി തല്ലി തകർക്കുകയും ചെയ്തിരുന്നു. ഈ ഒരൊറ്റ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പിണറായി വിജയൻ ഒരു കള്ളനാണ് എന്ന് വിശ്വസിക്കുവാൻ ജനങ്ങൾ നിർബന്ധിതരാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇനി അവിടം കൊണ്ടും അവസാനിക്കുന്നതല്ല പിണറായിയെ കുറിച്ചുള്ള അഴിമതി ആരോപണങ്ങൾ എന്ന് നമ്മൾ ഓർക്കണം. പിണറായി കേരളത്തിന്റെ ഒരു മന്ത്രിസഭയിൽ ആദ്യമായി അംഗമായപ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ലാവ്ലിൻ അഴിമതി കേസ് ഉടലെടുത്തത് അദ്ദേഹം വൈദ്യുതി വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്നപ്പോഴാണ്. ഈ കേസിൽ ഇപ്പോഴും പിണറായിയെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കുന്ന ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് ഉണ്ടാകാത്തതും ആ വിധി അനന്തമായി നീണ്ടുപോകുന്നതിനുള്ള കാരണം പിണറായി BJP ഡീലാണ് എന്നുള്ള ആരോപണവും പിണറായി വിജയൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ ഒരു കള്ളനും അഴിമതിക്കാരനുമായിരുന്നു എന്ന പൊതുബോധം സൃഷ്ടിക്കുവാൻ വേണമെങ്കിൽ ഉതകുന്ന ഒരു ഘടകമാണ്. AI ക്യാമറകളുടെ വിഷയത്തിൽ പിണറായി വിജയനെ കുറിച്ച് അഴിമതി ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് അനധികൃതമായി കരാറുകൾ നൽകിയതിന്റെ പേരിൽ പിണറായി വിജയനെ കുറിച്ച് അഴിമതി ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് PPE കിറ്റുകൾ വാങ്ങിയതിന്റെ പേരിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകളെ ചൊല്ലി പിണറായി വിജയനെ കുറിച്ച് അഴിമതി ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണ്ണക്കടത്ത് നടത്തിയതിനെ കുറിച്ച് പിണറായി വിജയനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കം ഈ കേസിൽ അറസ്റ്റിലായി ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള കഥകൾ നമുക്ക് മുമ്പിലുണ്ട്. ഇത്തരത്തിൽ അനവധി സംഭവങ്ങളുടെ യാഥാർത്ഥ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ പിണറായി വിജയൻ കള്ളനാണ് എന്ന് വിശ്വസിക്കുവാനുള്ള നിരവധി കാരണങ്ങൾ കേരളത്തിന് മുമ്പിലുണ്ട്. എന്നാൽ പിണറായി വിജയൻ പോലും താൻ ഒരു കള്ളനാണോ എന്ന് സംശയിക്കുന്ന നിലയിലാണ് കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് പിണറായിയെ അസ്വസ്ഥനാക്കി എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. പിണറായി വിജയൻ കള്ളനാണോ അല്ലയോ എന്നുള്ളത് കാലം തെളിയിക്കേണ്ട, നിയമ സംവിധാനങ്ങൾ തെളിയിക്കേണ്ട ഒരു വസ്തുതയാണ്. എന്നിരുന്നാലും കള്ളൻ എന്ന തലക്കെട്ട് പോലും പിണറായി വിജയനെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹം കള്ളനാണോ എന്ന് സാമാന്യ ജനങ്ങൾ ഒരു മിൻബുദ്ധിയോടുകൂടി ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ കാരണമാകുന്ന ഒരു സംഭവമാകുമെന്നും ദേശാഭിമാനിയുടെ തലക്കെട്ടുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ കോപിഷ്ഠനായതും പിണറായി വിജയന്റെ കോപം ഭയന്നുകൊണ്ട് ദേശാഭിമാനി ലക്ഷങ്ങൾ നഷ്ടം സഹിച്ചുകൊണ്ട് ആ വാരാന്ത്യ പതിപ്പ് പിൻവലിച്ചതും ആ വാരാന്ത്യ പതിപ്പ് പിൻവലിക്കുക വഴി VSന്റെ ഓർമ്മകളെ CPM എന്ന അദ്ദേഹത്തിന്റെ സ്വന്തം രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ അവഹേളിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.